കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന സദസ്സ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ വിഷയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള നിലയിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിലും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനേതായാലും വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ ആളുകൾ ബഹിഷ്കരിച്ച് മാറി നിൽക്കാൻ തീരുമാനിച്ചുവെങ്കിലും പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ നിലയിലുള്ള ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. ഇവിടെ അത് ഈ ഒരു പ്രവർത്തനത്തിന് മാത്രമല്ല, വികസന സദസ്സ് മാത്രം ബഹിഷ്കരിക്കുന്ന രീതിയല്ല, ഇതൊരു പതിവ് രീതിയായിട്ടാണ് ഞാൻ എപ്പോഴും കോട്ടപ്പടിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബഹിഷ്കരിച്ച് മാറി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും. അതാണ് ഗവൺമെന്റിന്റെയും കൃത്യമായ നിലപാട്. ആ നിലയിലുള്ള സമീപനം തന്നെയാണ് കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഏതൊരു കാര്യത്തിനകത്തും ജനങ്ങളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് തുടർച്ചയിൽ ആ നിലയിൽ തന്നെ ഉണ്ടാകുമെന്ന് കൂടി മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു സ്വാഗതം ആശംസിച്ചു. വികസന സദസ്സിന് മുന്നോടിയായി കോട്ടപ്പടിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്ത ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം, മാലിന്യമുക്ത പരിസരം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക ചികിത്സ തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് കേരളം പുരോഗമിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ജനകീയ ആസൂത്രണമാണ്. പഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് അയ്യപ്പൻ, നിതിൻ മോഹനൻ, അമൽ വിശ്വം, ശ്രീജ സന്തോഷ്, BGP ഐസക്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ്, വെറ്റിനറി ഡോക്ടർ എൽദോസ്, കൃഷി ഓഫീസർ ജിജി, ICDS സൂപ്പർവൈസർ അനുപ്രിയ, പബ്ലിക് റിലേഷൻ വകുപ്പ് റിസോഴ്സ് പേഴ്സണൽ രാജു AT തുടങ്ങിയവർ സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.